ഈ പാലസ്തീനിലെ ഒരു മുട്ടയെ ഇസ്രയേൽ തട്ടിയെന്ന് കേൾക്കുന്നു. എന്താ അതിൻ്റെ സംഭവം? അതായത് അൽ ജസീറയുടെ ലേഖകനും ക്യാമറാമാനും രണ്ടുപേരെയും കഴിഞ്ഞ അവിടുത്തെ മാപ്ര ബോംബിട്ട് കൊന്നു. മാപ്ര ഈ മാധ്യമപ്രവർത്തകരോടൊക്കെ ഇങ്ങനെ ചെയ്യാവോ? അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇയാൾ എന്താ ചെയ്തതെന്ന് നോക്കണമല്ലോ. കഴിഞ്ഞ ദിവസം മറ്റേ ഹമാസിൻ്റെ തലവനെ ഇസ്രയേൽ കൊന്നല്ലോ, ഇസ്മയിൽ ഹാനിയെ. ഈ അൽ ജസീറയുടെ ലേഖകൻ പാലസ്തീൻ അൽ ജസീറയ്ക്ക് ഇസ്രയേലിൽ നിന്ന് നിരോധനമുണ്ട്. അവിടെ നിന്നൊരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ പാലസ്തീനിലേ ഉള്ളൂ. ഇപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവർ പലസ്തീനിലുള്ളവരാണ്. പലസ്തീൻ എന്ന് പറയാൻ പറ്റില്ല, വെസ്റ്റ് ബാങ്ക്, ഗസ അത്രയേ ഉള്ളൂ. വേറെ സ്ഥലമൊക്കെ ഇസ്രയേലിൻ്റെ കയ്യിലാണല്ലോ. അതെ അതെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ലൈവ് ഇതൊക്കെ നമുക്ക് കാണാം. കുതിര ഒന്നുമില്ല അവിടെ. കുതിര പുറത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ബോംബ് വീഴുന്നതെന്ന് നോക്കിയാണ് ഇവിടെ ചില ആളുകൾ തൊപ്പിയൊക്കെ വെച്ച് കുതിരപ്പുറത്ത് പോകുന്ന പോലെ. ഈ ഹാനിയയുടെ ചിത്രം പുറകിൽ വെച്ചിരിക്കുക, ഈ കൊല്ലപ്പെട്ട ഹാനിയയുടെ. എന്നിട്ട് ഈ ഹാനിയയുടെ ഗ്രാമമുണ്ടല്ലോ, ആ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്ന ഗ്രാമീണവാസിയെ വെച്ച് നടന്നു തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞല്ലേ. അത് തന്നെ. അദ്ദേഹത്തിന് ഓർക്കുമ്പോൾ ഇപ്പോഴും അവർ വിതുമ്പുന്നു എന്നൊക്കെ പറയില്ലേ ചില സ്ത്രീകളോടൊക്കെ. അപ്പോൾ ചിലപ്പോൾ അബദ്ധത്തിന് ആ സ്ത്രീകൾ പറയും, നിങ്ങൾ പറയുന്ന ആളെ എനിക്ക് പരിചയമില്ല, ഞാൻ കേട്ടിട്ടുമില്ല, ഇങ്ങനെയൊക്കെ മണ്ടത്തരമൊക്കെ പറയുന്നുണ്ടാവും. ഈ സംഗതി ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് അൽ ഷാത്തി, ഇയാളൊരു അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിച്ചത് എന്നൊക്കെ ഹാനിയയുടെ ജീവചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അൽ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൻ്റെ അവിടെ നിന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കാറിലേക്ക് കയറുമ്പോഴാണ് ബോംബ് തലയിൽ വീണത്. അപ്പോൾ എനിക്കൊന്ന് ഇസ്രായേൽ നോക്കി വെച്ച് മനഃപൂർവ്വം താങ്ങിയതാണ്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. ഇയാൾ നോട്ടപ്പുള്ളിയാണ് കുറച്ച് കാലമായി. അല്ല, ചില മാധ്യമ പ്രവർത്തകരെ കണ്ടാൽ ഇസ്രായേലൊന്നും വേണ്ട, നമ്മുടെ നാട്ടുകാർക്ക് പോലും എടുത്ത് കണക്റ്റില്ലാൻ തോന്നും. പണ്ട് എം കൃഷ്ണൻ നായർ എഴുതിയിരുന്നു, ഒരു കവിയരങ്ങിൽ കവിത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പോയിട്ട് വെടിവെച്ച് കൊന്നു തല്ലിപ്പൊളിക്ക. അതുപോലെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം കണ്ടാൽ ചിലപ്പോഴൊക്കെ തോന്നും. അപ്പോൾ ഇയാളെ മാത്രമല്ല, ഇയാളുടെ ക്യാമറാമാൻ റോമി എൽ റിഫി എന്ന് പറഞ്ഞ ആളും ആക്രമണത്തിൽ തീർന്നുപോയി. അപ്പോൾ അൽ ജസീറയും ഈ ബാക്കി മാപ്രകളുണ്ടല്ലോ അവിടുത്തെ KUWJ ഒക്കെ, അവരെല്ലാം ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ച് കഴിഞ്ഞപ്പോൾ ഇസ്രയേലിൻ്റെ വേർഷൻ പറഞ്ഞു. ഇസ്രയേൽ പറഞ്ഞു ഇയാൾ ഒക്ടോബർ 7 ആക്രമണത്തിൽ അംഗമായിട്ട് പങ്കെടുത്ത ആളാണ്. അത് ശരി, ഹമാസിൻ്റെ. അതിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇയാൾ ഒരു എലൈറ്റ് ഗ്രൂപ്പുണ്ട് ഹമാസിൻ്റെ, നുക്കുബ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ നുക്കുബ യൂണിറ്റിൽ ഇപ്പോൾ മറ്റേ CPM-ന് AKG സെൻറ്റർ ബ്രാഞ്ച് ഉണ്ട്. ആ സെൻറ്ററിൽ അവിടെ ജോലി ചെയ്യുന്നവരും കുറച്ച് VIP-കളും ഒക്കെ ഉണ്ടാവും. വല്ല വൈസ് ചാൻസലറായിട്ട് ഇക്ബാൽ ഉണ്ടെങ്കിൽ ഇക്ബാലൊക്കെ ആ ബ്രാഞ്ച് കമ്മിറ്റിയിലായിരിക്കും. അത് ശരിക്കും അങ്ങനെ ആയിരുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ പേര് പറഞ്ഞത്. അപ്പോൾ ഒരു VIP ബ്രാഞ്ച് എന്നുള്ള നിലയ്ക്കാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നുക്കുബ യൂണിറ്റിൽ ഈ എലൈറ്റ് ബ്രാഞ്ചിൽ മെമ്പറായിരുന്നു ഈ ഗുൽ. അപ്പോൾ 2023 നവംബർ ഈ ഹമാസുകാരുണ്ടല്ലോ, ഹമാസ് ആക്രമണം നടത്തുമല്ലോ ഓരോ സ്ഥലത്ത്, അതെങ്ങനെയൊക്കെയാണ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഹമാസിൻ്റെ ഭക്തന്മാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വൈറലാക്കണമല്ലോ, ഇങ്ങനെ ഞങ്ങൾ ഇസ്രയേലിനെ ശരിപ്പെടുത്തി, അതൊക്കെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംപ്രേഷണം ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവരുടെ ട്യൂഷൻ മാസ്റ്റർ ആയിരുന്നു. ട്യൂഷൻ മാസ്റ്റർ ഒക്കെ ആയിരുന്നു. 2023 നവംബർ മുതൽ അവിടെ നിന്ന് അൽ ജസീറയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയ്ക്ക് വടക്ക് അൽ ഷിഫ ആശുപത്രിയിൽ കുറച്ചു കാലം ഇയാളെ തടവിലാക്കിയിരുന്നു എന്ന് അൽ ജസീറ പറയുന്നുണ്ട്. മാർച്ചിൽ ഇസ്രയേല്, കാരണം ഇവന് ഹമാസുകാരനാണെന്ന് കണ്ടുപിടിച്ചിട്ട് തടവിലാക്കിയിരുന്നു ആശുപത്രി. അല്ല, ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. 2-3 ആഴ്ചയ്ക്ക് മുമ്പ് മറ്റൊരു മാധ്യമ പ്രവർത്തകനെ ഇസ്രയേൽ കൊന്നിരുന്നു. കാരണം അയാളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ
ഈ ഇവിടെ പിടിച്ചോണ്ട് പോയ ഇസ്രയേലി ബന്ദികളെ ഇയാളുടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതെ, എന്താന്ന് വെച്ചാൽ ഈ അവിടെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഈ പ്രസ് എന്ന് പറഞ്ഞ ജാക്കറ്റ് വെസ്റ്റൊക്കെ അയാൾ ധരിച്ചിരുന്നു. ഇസ്രയേൽ ഡ്രോണുകളാണ്. അപ്പോൾ ഡ്രോണുകളാണെന്ന് പറയുമ്പോൾ ഇയാളെ കാച്ചാന് വേണ്ടി തന്നെ വയ്ക്കുന്നതാണ്. ഡ്രോണാണ് അത് ചെയ്തിരിക്കുന്ന ആക്ഷൻ. 2002 മെയ്യിൽ അൽ ജസീറയുടെ ഷിറീൻ അബു അക്ലയെ വെടിവെച്ചു കൊന്നിരുന്നു ഇസ്രയേൽ. അപ്പോൾ അൽ ജസീറയ്ക്ക് ഈ പരിപാടി മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് പലസ്തീനിൽ തന്നെ വെസ്റ്റ് ബാങ്കിലുള്ള ജെനിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ആക്രമണത്തിലാണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്, റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അത് പണ്ട് ഈ ചമയം എന്നുള്ള സിനിമയ്ക്കകത്ത് മുരളി പറയുന്ന പോലെ എനിക്ക് ഈ വേദിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കണം എന്ന് പറഞ്ഞ പോലെ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് മരിക്കുക എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ്റെ സ്വപ്നമായിരിക്കും. അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പലസ്തീനിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ഈ കൈരളി ചാനലൊക്കെ ഇല്ലേ, അവർ കുറേ ആളുകളെ അങ്ങോട്ടേക്ക് അയക്കുക. അപ്പോൾ അവരെന്ത് പറയുന്നു നമുക്ക് നോക്കാം. നമ്മുടെ സഖാക്കളല്ലേ അവിടെ എന്ന് പറഞ്ഞിട്ടേ. അവിടെ ഈ മൊട്ടത്തലയുള്ളവരെ എടുക്കുമോ? എനിക്ക് തോന്നുന്നു പൊതുവേ മുട്ടകൾ കൂടുതൽ ആകാനുള്ള സാധ്യതയുണ്ട് ഈ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ. ഇനി മുടിക്ക് തീ പിടിക്കേണ്ട ഈ ബോംബ് ക്ലീൻ ഷേവായിട്ട് നടക്കുന്ന ആളുകൾ സമാധാനമായിട്ടിരിക്കുന്നു. ഇവിടെ 2019 പലസ്തീൻ ക്യാമറാമാൻ ഈ മുഹത്ത് അമർനയുടെ ഇടത് കണ്ണ് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ പോയിരുന്നു. അത് വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിൽ വെച്ച് തന്നെയാണ് സംഭവിച്ചത്. 1972 പലസ്തീൻ നോവലിസ്റ്റ് ഗസൻ കനഫാനി, അയാൾക്ക് 36 വയസ്സായിരുന്നു. അയാളുടെ 17 വയസ്സുള്ള അനന്തരവള് ലമീസ് നജീം, ഇവരെ ബെയ്റൂട്ടിൽ, അവർ ലെബനിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഇസ്രയേലിനെതിരെയൊക്കെയാണ് ഈ നോവലൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഭയങ്കര പ്രചാരണമൊക്കെ ആയിരുന്നു നോവലിലുമൊക്കെ. അയാളെ കാർ ബോംബ് സ്ഫോടനത്തിൽ മൊസാദ് ബെയ്റൂട്ടിൽ വകവരുത്തിയിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ നമുക്കൊരു പ്രമേയം പാസ്സാക്കണ്ടേ? മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഇസ്രയേലിൻ്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് ഒരു പ്രമേയം പാസ്സാക്കിയല്ലോ. എഡിറ്റേഴ്സ് ഗിൽഡ്, വലിയ പത്രങ്ങളുടെയൊക്കെ എഡിറ്റേഴ്സ് ഗിൽഡ്, KUWJ, ഇങ്ങനെയുള്ള KUWJക്ക് അവിടെ യൂണിറ്റ് ഇല്ല. ഒരാളെ അല്ല, നമ്മുടെ RS ബാബുവിൻ്റെ ഈ മാധ്യമ അക്കാഡമിയില്ലേ, മീഡിയ അക്കാഡമി, അവർ അവിടുന്നോ മറ്റോ ഉള്ള ഒരാൾക്ക് എന്തോ പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നല്ലോ. ഈ ഏതോ പലസ്തീൻ മാധ്യമ പ്രവർത്തകനോ അങ്ങനെ. അത് ശരി. അങ്ങനെ വാർത്ത. അയാൾ ഇവിടെ എങ്ങാനും വല്ല അവാർഡ് കൊടുക്കാൻ കൊണ്ടുവരുമ്പോൾ വല്ല ഡ്രോണും ഇങ്ങോട്ട് വരുമോ? അവിടെ നിന്ന് ലൈവായിട്ട് ഈ ഹമാസ് ആക്രമണ സമയത്തൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ 2023 എന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടുത്തെ പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. അതായത് മാധ്യമ പ്രവർത്തനം നിർഭയമായും സ്വതന്ത്രമായും ചെയ്യേണ്ട ജോലിയാണ്. പക്ഷേ മാധ്യമ പ്രവർത്തനം പക്ഷം പിടിക്കുന്ന ഒന്നാവരുത്. മാധ്യമ പ്രവർത്തനം ആക്ടിവിസം ആകാൻ പാടില്ല. ആക്ടിവിസം ആകുന്നതിൽ എനിക്കും താല്പര്യമില്ല. പണ്ട് ഞാൻ ഓർക്കുന്നു, ഞാൻ എറണാകുളത്ത് മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത്, എറണാകുളത്തേക്ക് ട്രാൻസ്ഫറായി വരുന്ന സമയത്ത് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടർ, ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പേര് പറയുന്നില്ല, പഴയ മാധ്യമപ്രവർത്തകർക്ക് അറിയാം. ഈ കാക്കനാടിനടുത്ത് ഒരു ഏതോ ഒരു ക്രൈസ്തവ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയി. റിപ്പോർട്ട് ചെയ്യാൻ പോയ ആക്ടിവിസ്റ്റ് റിപ്പോർട്ടർ പിന്നെ ഇത് ആ പന്തലിരുന്ന് സമരം ചെയ്യായിരുന്നു. അവസാനം വന്ന് ആ ഒരു ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണ്. അവർ കയറി ഇവരെല്ലാവരും അടിച്ചു. ഈ മാധ്യമ റിപ്പോർട്ടറെന്ന് ഞാൻ പറയുന്നത് ആണാണോ പെണ്ണാണോ എന്നറിയാതിരിക്കാനാണ്. റിപ്പോർട്ടർക്ക് വടി കിട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ പ്രസിദ്ധനായ നമ്മുടെ ജേർണലിസ്റ്റ്, കേരളത്തിലെ ജേർണലിസ്റ്റ് സുജാതൻ സാർ റിപ്പോർട്ട് എഴുതി. വികാരിയുടെ വിക്രിയകൾ എന്നായിരുന്നു ലേഖനത്തിൻ്റെ തലക്കെട്ട്. അതിൽ ഈ പറഞ്ഞ റിപ്പോർട്ടറുടെ ചിത്രവും വന്നു. അതോടുകൂടി അത് വല്ലാതെ വ്യാഖ്യാനിക്കപ്പെടുകയും അങ്ങനെ വേറൊരു വിവാദം മാധ്യമവുമായി ബന്ധപ്പെട്ടുണ്ടായി. പിന്നീട് ആ റിപ്പോർട്ടർക്ക് പത്രപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു, ഏഷ്യാനെറ്റ് വിട്ടു പോകേണ്ടി വന്നു. വേറൊരാൾ ഈ സ്വപ്ന സുരേഷിൻ്റെ ഒരു ചാനലിലെ റിപ്പോർട്ടർ, SFIക്കാരനൊക്കെ ആയിരുന്നു മഹാരാജസിൽ. അയാളിത് സ്വപ്നയുടെ ഒരു ഇത് തൃപ്പൂണിത്തുറയിൽ വെച്ച് റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞ് അങ്ങേർക്കും ഇതിൽ നിന്ന് എന്തിൻ്റെയൊക്കെ ഏജൻ്റൊക്കെ ആയിട്ട് പുള്ളി അതൊരു പഴയ ഏഷ്യാനെറ്റ് പ്രവർത്തനമായിരുന്നു ഒരാൾ. അതെ, അത് വലിയ വിവാദമൊക്കെ ആയി. മറ്റേ പിണറായിയുടെയും കോടിയേരിയുടെ ഒക്കെ രഹസ്യ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ്, സ്വിസ് ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് വിവാദം
പറഞ്ഞതിൻ്റെ പേരിൽ. പക്ഷേ അതിൻ്റെ പേര് കേസൊന്നും എടുത്തില്ല. കേസ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ട് നെഗോഷിയേഷന് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുള്ളത്. അതുപോലെ ഈ റിപ്പോർട്ടറിൽ നികേഷ് അവസാനം ചെയ്തിരുന്നത് മുഴുവൻ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിനെ പോലെയാണ് സംസാരിച്ചത്. ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആയിരുന്നല്ലോ പുള്ളി. ഇപ്പോൾ തിരിച്ചു പോവാ, ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായിട്ട് എടുക്കുന്നതാണ് ക്ഷണിതാവായിട്ട് എടുക്കുന്നതാണ് പറഞ്ഞു. എടുത്തതായിട്ടൊന്നും വാർത്തയൊന്നും വന്നില്ല. പക്ഷേ എവിടുന്നോ ഈ ക്യാപ്സ്യൂൾ കൊടുക്കുന്ന പോലെ അവരുടെ അവതാരകന്മാരെ അന്തിച്ചർച്ചയ്ക്ക് വിളിക്കുന്നത് കൊള്ളാം പാർട്ടിയുടെ. പക്ഷേ ഇതൊരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനെ പോലെ അണിയെ പോലെയാണ് അവിടെ സംസാരിച്ചു. ഗുണമുണ്ടായില്ലേ? സീറ്റ് കിട്ടി, ഒരു സീറ്റ് കിട്ടി, ഇനിയും മത്സരിക്കാമായിരിക്കാം. പിന്നെ സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയൊക്കെ കിട്ടിയിരുന്നു. ഏതായാലും നികേഷ് നല്ല മാധ്യമ പ്രവർത്തനമാണ്, തർക്കമൊന്നുമില്ല. ആയിരുന്നു മുൻ ഇപ്പോൾ അല്ലല്ലോ അതായത് ഈ അവതരണമൊക്കെ ചെയ്യുന്ന കാലത്ത്, തുടക്കകാലത്തുണ്ടല്ലോ, കേരളത്തിലെ ട്രെൻഡ് ഉണ്ടാക്കിയ ഒരു ട്രെൻഡ് സെറ്ററാണ്. കേരളത്തിലെ വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റുകൾക്കുള്ള ഒരു പാഠപുസ്തകവും കൂടിയാണ് MP നികേഷ് കുമാർ. സാരില്ല, എങ്ങനെ വേണമെന്നും എങ്ങനെ പാടില്ല എന്നും. അതെ, പാഠപുസ്തകത്തിൽ അങ്ങനെ രണ്ടുമുണ്ട്, ഡു ആൻഡ് ഡോൺസ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നികത്താനുള്ളൊരു യുവതലമുറയെ പുള്ളി വാർത്തെടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്യാന്നല്ലേ പറയാ, വാർക്കുക. അത് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ നമ്മൾ. അങ്ങനെ അപ്പോൾ കേരളത്തിൽ ഇതൊക്കെ പറ്റും. ഇതൊക്കെ പോയി ഈ പണി പലസ്തീനിലും ഇസ്രായേലിൻ്റെ അയൽവക്കത്തും കാണിച്ച തലേ വന്ന് മിസൈൽ വീഴും. അവരുടെ ഗൈഡഡ് മിസൈൽ അല്ലെങ്കിൽ റിമോട്ട് ബോംബ് ആരെയാണോ വകവരുത്തേണ്ടത് അതിൽ കൃത്യതയുണ്ട്, പ്രസിഷൻ ഉണ്ട്. അതെ അതെ.